മക്കളെ, സ്വർഗം സന്തോഷിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ്, ഈ 3 മിനിറ്റ് പ്രാർത്ഥനയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിയോഗങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വചനത്തിൽ നമ്മൾ പങ്കെടുക്കണം. നമ്മെ തടസ്സപ്പെടുത്താൻ വരുന്ന ചില തിന്മയുടെ ശക്തികളെ, ആ നിയോഗങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് വചനം പറയണം. നീ നശിച്ചു പോകും, നിനക്ക് വളർച്ച ഉണ്ടാകില്ല എന്ന് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ടുള്ള മറുമരുന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇതാ പുതിയ നിയമത്തിൽ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. 3 കാര്യങ്ങൾ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. 1, ശ്രദ്ധ വേണം. എന്തിന്? മറ്റുള്ളവരെ ശ്രവിക്കാൻ, ദൈവത്തെ ശ്രവിക്കാൻ, വിശുദ്ധന്മാരെ ശ്രവിക്കാൻ നീ സന്നദ്ധയുള്ളവളും ഉള്ളവനുമായിരിക്കണം. സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവർ. ബഹളം കൂട്ടി നടക്കുന്ന ആളുകളൊക്കെ കാണാറില്ലേ? വായ തോരാതെ സംസാരിച്ച് കുടുംബത്തിലും സമൂഹത്തിലും തലമുറകളിലും ദൈവത്തിൻ്റെ ക്രോധം വിളിച്ചു വരുത്തുന്നത്. വ്യർത്ഥമായി നീ പറയുന്ന ഓരോ വാക്കിനും അന്ത്യദിവസത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഓർക്കാറുണ്ടോ? എന്നിട്ട് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം നമ്മളെന്ന്. കോപം മനുഷ്യനിൽ വരുമ്പോൾ ദൈവസ്നേഹം പടിയിറങ്ങിപ്പോകും. അതുകൊണ്ട് സമൂഹത്തിൽ വചനം കൊണ്ട് നിറയാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ വിളഭൂമിയിലേക്ക് ഈ കോപവും ഈ വിദ്വേഷമൊക്കെ വലിച്ചു ഇഴച്ചു കൊണ്ടുവരുന്ന പിശാചാണ് പുരാതന സർപ്പം. അവനെ സ്വർഗത്തിൻ്റെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഈ പുരാതന സർപ്പമാണ് മനുഷ്യ ജീവിതങ്ങളെ തകർക്കാനായിട്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കടന്നു വരുന്നത്. ഈ പുരാതന സർപ്പത്തെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത്? വചനത്തിൻ്റെ ആയുധമെടുത്തുകൊണ്ടാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.